ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമയും പാൻ ഇന്ത്യൻ രീതിയിലാണല്ലോ ഒരു റിലീസ് പ്രഖ്യാപിക്കുന്നത്. ഇതിന് ഈ ഒരു തമിഴിൽ മാത്രമാണോ റിലീസ് ഉള്ളത്? തമിഴിൽ മാത്രമേ ഉള്ളൂ, തമിഴ് ഭാഷയിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും എന്ന് വെച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല, അത് ഇറങ്ങിയതിന് ശേഷം അറിയുള്ളൂ. ഇപ്പോൾ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല, തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക. അതൊരു വാണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു, കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ അങ്കമാലി രാജസ്വലത്തെ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതേപോലൊരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. ഓഫേഴ്സ് ആഫ്റ്റർ കുമ്പളേക്കും ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല. തമിഴില് കൾച്ചറും കാര്യങ്ങളും ഞാൻ ചെന്ന ഇപ്പൊ ഷൂട്ട് 80% ഉണ്ടായത് പുതുക്കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു 10-25-30 ദിവസം, ഐ തിങ്ക് 30 ഡേയ്സ് പുതുക്കോട്ടയിലുണ്ടായി. ആ ടൈമിലാണെങ്കിൽ നൊയമ്പുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർ, അവിടെ തന്നെ ഫ്രീ ആയിട്ട് അതാണ് ഫ്രീ ആയിട്ട് ഞാൻ കുറേ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ നടക്കാൻ പോയായിരുന്നു. അവിടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന്. അതിവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തമിഴ് സിനിമയിൽ മെയിനായിട്ട് പറയേണ്ട ഒരു വിഷയം, നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് വർക്കുള്ളൂ. മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോണ പോലെ പോകും. നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് 9 വരെയാണ് ഒരു കോൾ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി വൈസ്. പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സിമിലറാണ്. ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റ് തമിഴ് നടന്മാരെ സെറ്റിൽ വിസിറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കൂടുതലും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് ഒറിജിനലി അവിടെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ്. അതായത് അവിടെ നമ്മുടെ മുഖം അങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് വന്ന പരിപാടികളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ 10-ാം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോൾ വിജയ് സേതുപതി ഇതിൻ്റെ ഒരു പോസ്റ്റർ വെച്ചൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇതിൻ്റെ ഈവൻ പ്രമോ റിലീസ് ചെയ്തത് DQ ആയിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ ഫസ്റ്റ് നമ്മുടെ മദ്രാസ്കാരൻ്റെ, പിന്നെ ടോബിനോ നമ്മുടെ തേത്തക്ക കല്യാണം റിലീസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ സിംബു സാർ ടീസർ സിംബു സാറാണ് ടീസർ റിലീസ് ചെയ്തത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ. 2024 വാഴ വന്നു. വാഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ തിയേറ്ററിലും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത സിനിമ കൂടെയാണ്. കാരണം അതിൻ്റെ ക്രിട്ടിക് ആസ്പെക്റ്റാണ് പൊതുവെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. പക്ഷെ നമ്പേഴ്സും വന്ന സിനിമ ശരിക്കും അത്തരം സിനിമകൾ ഒരു ആക്ടർ എന്ന രീതിയിൽ മുന്നോട്ടുള്ള കരിയറിനെ എത്രത്തോളം ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. So what was the motivation that Body success gave to you? Every film success motivates us, failure teaches us. So அதனால வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக. ஃபர்ஸ்ட் ஆஃப் ஆல் மாரி செல்வராஜ் சாரோட ஒர்க்கில் பண்ணது ஒரு ஹாப்பினஸ். அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ. வாழை அந்த அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன். கண்டிப்பாக தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும், அது சப்போர்ட் பண்ணணுன்றது. அந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது. ரொம்ப
It's like it's very happy. Not only every film success is really happy for us. டேரக்டர் சார், உங்கள் பேர்ல இந்த வாலி இருக்கு, அது அனில்குமார் சார் அந்த படத்துக்கு எதாவது கனெக்ஷன் இருக்கா? வாலி ராமாயணம், இது ராமாயண் வாலி, அதுதான் ஒரிஜினல். ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம், தெரியல. எப்படி இருந்து நம்ம ஷெய்னிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவர் முழுக்க மெட்ராஸ்காரனாகவே மாறிட்டார் அப்போது. ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு, ஜாலியாக இருந்தது. டயலாக் ப்ரெசன்டேஷன் டப்பிங் ஃபுல் டப்பிங் அவர் தான் பண்ணியிருக்காரு தமிழ். Yes, any more questions? ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. മീൻ ഫസ്റ്റ് the number of fights in the movie was less first when you narrated. Even songs were not there. So ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ, അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ ഇതൊക്കെ കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നത്. അതാണ് ഞാൻ പറയാം, ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ്. ഇപ്പോൾ ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൻ ലാസ്റ്റ് നമ്മൾ കാതൽ ചടുകൂട് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു, പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്. വയലൻസിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള, തമിഴിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാർക്കോ വയലൻസിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻസും കുറെ കൂടി ബ്രൂട്ടൽ വയലന്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് அந்த மாதிரி வயலன்ஸ்குள்ளே நான் போகல. எங்களால் என்னென்னா இட்ஸ் அ ரியலிஸ்டிக் கமர்ஷியல் ஃபிலிம். ஓகே, ஸோ நம்ம பார்த்த விஷயங்கள், கேட்ட விஷயங்கள் இருக்கும்ல, ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதான் நான் ட்ரை பண்ணேன். எமோஷன்ஸ் இருக்கிற மாதிரி கோபம் இருக்க தான் செய்யும், வயலன்ஸும் இருக்க தான் செய்யும். ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்குது. ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன். കണ്ടിപ്പാ പിടിക്കും. ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ്. ഇവൻ പെരുകുന്നു ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കഥ. നമുക്കിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു 40-42 ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി, അതെനിക്ക് പറ്റില്ല. അങ്ങനെ എനിക്ക് കണക്റ്റ് ആവണ പരിപാടി പിടിക്കണം. അങ്ങനെ കണക്റ്റായ എല്ലാം ഒത്തും വന്നു. ഇപ്പോൾ ഇത് ചില കഥകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങൾ ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നടന്നു വന്നു, എല്ലാം കറക്റ്റ് നടന്നു വന്നു. സാർ, ഡയറക്ടർ സാർ, ஹாய் சார். ஆனால் இப்போ தமிழ்லேயே நிறைய படம் பண்ணுறாங்க. தமிழில் படம் பண்ணுறப்போ அங்கே உள்ள ஆக்டரை வச்சு படம் பண்ணுறதில்ல, ஹிந்தி தெலுங்கு ஆக்டரு இல்லை மலையாள ஆக்டரு அவங்கள வச்சு மெயின் ரோல் கொண்டு போகிறது. அங்கேயே இப்போ கமெண்ட் செக்ஷன் நிறையாவே பிரச்சனை இருக்குது. இப்போ இது தமிழ் மெட்ராஸ்காரன் பேர், ஆனால் ஆக்டரு சாரை வச்சு பண்ணுறப்போ இது என்ன ரீசன்? கரெக்டு தான். என்ன கேட்டிங்கன்னா நான் அப்படி ஸ்டேட்டாக நான் பிரித்து பார்க்கல. ஸோ ஒரு டைமில் மோகன்லால் சார்லேருந்து மம்முடி சார் வரைக்கும் அங்கே வந்து கிளக்கிட்டு போனாங்க. இங்கேருந்து கமல் சார் பண்ணியிருக்காரு, நிறைய பேர் நடிச்சிருக்காங்க. ஸோ இதெல்லாம் அப்போவே ஸ்டார்ட் பண்ணுது. ஆர்டிஸ்ட் அவ்வளோதான். அவர் எங்கேருந்து வந்தாலும் சரி, எந்த ஊரில் இருந்து வந்தாலும் சரி, எங்களுக்கு அவர் ஆர்டிஸ்ட் அப்படி தான், அவ்வளோதான் நான் பார்க்குறேன்.
ஸோ நான் அந்த ஸ்டேட் ஆர்டிஸ்ட் இந்த ஸ்டேட் ஆர்டிஸ்ட்ன்றத அந்த ஐடியாலஜிக்குள்ளே நான் போகலை. ஸோ ரொம்ப நல்ல நடிகர், அவரை வச்சு ஒரு படம் பண்ணணும்னு தோணுச்சு. ஸோ அந்த ரியலிஸ்டிக்காக ஒரு விஷயத்தை கொண்டுட்டு வரணும்னு தோணுச்சு. ஸோ அதனால தான் நாங்கள் அவரை தேடி வந்தோம். இப்போ இந்த கேரக்டருக்குன்னு சாரை செலக்ட் பண்ணதா இல்லை ஸ்டோரி எழுதுனது அந்த மாதிரி இருக்கா பேசிஸ்? கதை எழுதி முடிச்சதுக்கப்புறம் ஏன்னா ஒவ்வொரு ரைட்டர்ஸ்க்கும் ஒரு நாலேஜ் இருக்கும்ல, ஒரு ஐடியா. எல்லாருமே வந்து இவர் தான் நடிக்கணும் அப்படின்னு நினச்சி ஸ்கிரிப்ட் எழுத முடியாது, அது நடக்காது. எடுத்தோடனே ஒரு பெரிய ஹீரோ வச்சு கதை எழுதணும்னு நினைப்போம், அது நடக்காதுன்னு தெரியும். ஸோ எல்லாத்தையும் தூக்கி பிளாக்காக ஓரமாக வச்சுட்டு ஒரு ப்ராப்பராக ஒரு கேரக்டரை டிசைன் பண்ணி ஒரு கதையை எழுதி லாக் பண்ணதுக்கப்புறம் இதுக்கு யார் பொருத்தமாக இருப்பான்னு தேடுவோம்ல. ஸோ அப்படி தேடும்போது நிறைய பேர் படங்கள் பார்ப்போம். அப்படி நான் இவரோட படங்கள் நிறைய பார்த்தேன். ஸோ இவர் கிடைச்சா நல்லா இருக்கும், சூப்பராக இருக்கும், இந்த கேரக்டர் எனக்கு அடுத்த ஸ்டேஜுக்கு கொண்டுட்டு போக முடியும்னு ஒரு சிலர் மேலே தான் நம்பிக்கை அதிகமாக வரும். அந்த மாதிரி தோணுச்சு. ஸோ ஒரு கேரக்டருக்காக எவ்வளோ தூரம் வேணாலும் தேடி போகலாம், தப்பு இல்லை. நாட் ஓன்லி இப்போ இவரும் இருக்காரு, இவங்க ஐஸ்வர்யா இருக்காங்க, அவங்க ஐ மீன் ஷீ இஸ் நாட் ஓன்லி தமிழ். கலை சார் இருக்காரு, நிஹாரிகா தெலுங்கு. ஸோ எல்லாரையுமே தான் வச்சு பண்ணுறேன், எல்லா ஸ்டேட்டுமே உள்ள இருக்காங்க. പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഇസ് എ വെരി മച്ച് കൾച്ചർ ഓറിയന്റഡ് മൂവി, അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഡബ് പോലും ചെയ്യാഞ്ഞത്. സോ ആസ് എൻ ആക്ടർ ഈ രണ്ട് എക്സ്ട്രീംസിലുള്ള ദ കൾച്ചർ ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു ഫിഗർ ഔട്ട് ചെയ്തത് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ്? അതായത് അവിടെ എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ആണ് എന്ന് പറഞ്ഞു എന്നെ ഒരു വിധേയത്വം അവിടെ കൂടുതലാണ്. നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ജീവിത രീതിയിലായിട്ടാണോ എന്നുള്ളത് കുറച്ച് നല്ല രീതിയിലാണ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും. അവിടെ വേറൊരു സാധനമുണ്ട്, എന്നാൽ അവിടെയും വേറൊരു ഗത്തുണ്ട്, പക്ഷെ അത് വേറെയാണ്. പിന്നെ അവിടെ ഈ വൈരമുത്തോടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ സോഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ് കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോൾ ആണ് ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അതെ, ഒന്നും അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം എന്നാലും ഓക്കെ, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തൊക്കെയായിരുന്നു യുവർ ഇനിഷ്യൽ പ്രിപ്പറേഷൻസ് ടു ബി മദ്രാസ്കാരൻ? പ്രിപ്പറേഷൻ കൂടുതലും ഈ തമിഴ് കൂടുതൽ അങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ മറ്റേ കാർത്തികിലെ മദ്രാസ് ആയാലും അല്ലെങ്കിൽ ധനുഷിൻ്റെ ആടുകൾ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെയൊക്കെ കാണുമായിരുന്നു. ജസ്റ്റ് ആ ഒരു രീതി ഉണ്ടല്ലോ, ഒരു സ്പീഡുണ്ട് സംസാരത്തിൻ്റെ, അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു. കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്, ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇംപ്രവൈസേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോയില്ല. So we are excited to watch Madraskaran on Jan 10th. Now coming to you, Kalai sir. ഞാൻ നേരത്തെ